ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോഴേ പാതിരാത്രിയില് ഒരു പ്രത്യേകമായ സ്ഥലത്ത് എക്സ്പോ നടക്കാണ്. ഞാൻ ആ എക്സ്പോനെ കുറ്റം പറയല്ല. ആ എക്സ്പോയില് ഞാൻ അധികം കണ്ടത് ആരെന്നറിയോ? പർദ്ദാധാരികളായ സ്ത്രീകളെയാണ്. സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാ, അതും രാത്രിയില്. പിന്നെ എങ്ങനെ വീട്ടില് സമാധാനം ഉണ്ടാവുക? ഇന്നാളെ നിന്റെ വലിയ ഉസ്തു പറഞ്ഞു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നവരെല്ലാം വലിയ ഒസ്താനിയ, അവര് വേശ്യകളാവുന്നു. അതിനുശേഷം വന്ന വേറൊരു പരട്ട ഉസ്തു പറഞ്ഞു, ലിപ്സ്റ്റിക് തേക്കുന്നവരും അണിഞ്ഞൊരുക്കുന്നവരും എല്ലാം വേശ്യകളാണ്. കഴിഞ്ഞ ദിവസം നീ ആ തള്ളത്താറാവിന്റെ അടുത്തുനിന്ന് ഒരു കുഞ്ഞു താറാവിനെ കൊണ്ടുവന്ന് അതിന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ചു, അതിനെ അടിമയാക്കി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നിന്റെ പല്ലിനാണ് ശകലം മൂക്ക് പോലും എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കും ആ കാട്ട് ഉസ്തു കളിക്കാൻ തുടങ്ങി. പുരയ്ക്ക് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളെല്ലാം അഴുക്കാന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നതുകൊണ്ടാണ് വീട്ടിലെ സമാധാനം പോകുന്നതെന്ന്. ഹിമാർ കുഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെണ്ണുങ്ങളും ഒരു മനുഷ്യരാണ്. അവരെ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിക്കും. അവരെത്ര നാളിങ്ങനെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ജീവിക്കും? പണ്ടത്തെ പോലെ നിന്റെ ഒന്നും ഈ പെണ്ണുങ്ങളെ അടിമകളായിട്ട് ഇടുന്ന പരിപാടിയൊന്നും ഇനി നടക്കത്തില്ല. ഇപ്പൊ തന്നെ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും കല്യാണം കേൾക്കുന്നതിന്റെ പേടിയാ, നീയൊക്കെ കാരണം. നീ നിന്റെ ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ മിക്കവാറും നിന്റെ ബീവിക്ക് പെൺപേഴാമ്പലിന്റെ അവസ്ഥ വരും. പെൺപേഴാമ്പലിന്റെ അവസ്ഥ എന്നാന്ന് നിനക്കറിയാവോ? നീ ഓർക്കും ബീവിക്ക് പെൺപേഴാമ്പലിന്റെ അവസ്ഥയോ? അതെന്നാന്ന് അത് നീ പോയി കണ്ടുപിടി. നിനക്ക് കണ്ടുപിടിച്ചിട്ടും നിനക്ക് കിട്ടിയില്ല, അറിയാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, വീഡിയോ സഹിതം ഞാൻ പറഞ്ഞു തരാം.